അപ്പം നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് സിമെന്റ് ആണ്. ഓക്കെ, നിങ്ങൾ ബേസിക് സിവിലൊക്കെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്, പിന്നെ അതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പം റോ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് സിമെന്റ് കൺസിസ്റ്റ് മെയിൻലി ഓഫ് ലൈം, സിലിക്ക, അലൂമിന ആൻഡ് അയൺ ഓക്സൈഡ്. ഇത്രയാണ് നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ട് മെയിൻലി യൂസ് ചെയ്യുന്നത് സിമെന്റിൽ. ഓക്കെ, അല്ലാണ്ട് കുറച്ച് എന്താ പറയാ കോമ്പോസിഷൻസ് ഉണ്ട്. എന്തൊക്കെയാ? CaO എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് 60-67% ഉണ്ടാവും സിമെന്റിൽ. പിന്നെ SiO2 ഉണ്ടാവും, അത് 17-25% ഉണ്ടാവും. Al2O3 അലൂമിനിയം ഓക്സൈഡ് 3-8% ഉണ്ടാവും. പിന്നെ Fe2O3, അതുപോലെ MgO, ആൽക്കിലീസ്, SO3. അപ്പൊ അതിൻ്റെയൊക്കെ പെർസെൻറ്റേജ് ഈ ബോക്സിലുണ്ട്. ഇത് അധികം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും PSC ഒക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളെ സിമെന്റിൽ ഉണ്ടാവുന്ന കെമിക്കൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ആണ്. അതായത് 33 ഗ്രേഡ് സിമെന്റിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ, അതായത് കുറച്ച് കെമിക്കൽ റിക്വയർമെന്റ്സ് ആണ് ഇതിൽ പറയുന്നത്. അതായത് IS 269 1989 പറഞ്ഞ കുറച്ച് കെമിക്കൽ റിക്വയർമെന്റ്സ് ആണിത്. ഇത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, ബട്ട് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനും അതുപോലെ അല്ലാത്ത എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആവും. ഓക്കെ, എന്താണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്? റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ഓഫ് ലൈം ടു പെർസെൻറ്റേജ് ഓഫ് സിലിക്ക, അലൂമിന ആൻഡ് അയൺ ഓക്സൈഡ് നോൺ ആസ് ലൈം സാച്ചുറേഷൻ ഫാക്ടർ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ലൈം സാച്ചുറേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇത്. ഇത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 1.02 ആൻഡ് നോട്ട് ലെസ് ദാൻ 0.66. ഓക്കെ, അതായത് നമ്മൾ ലൈം സാച്ചുറേഷൻ ഫാക്ടർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 1.02 ആൻഡ് നോട്ട് ലെസ് ദാൻ 0.66. നെക്സ്റ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ഓഫ് അലൂമിന ടു ദാറ്റ് ഓഫ് അയൺ ഓക്സൈഡ്. ഇറ്റ്സ് നോട്ട് ലെസ് ദാൻ 0.66 ആയിരിക്കണം, ലെസ് ദാൻ ആണ്. ഇനി വെയിറ്റ് ഓഫ് ഇൻസോല്യൂബിൾ റെസിഡ്യൂസ് എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 4% ആയിരിക്കും. പിന്നെ വെയിറ്റ് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 6% ആയിരിക്കണം. പിന്നെ ടോട്ടൽ സൾഫർ കണ്ടന്റ് കാൽക്കുലേറ്റഡ് ആസ് സൾഫ്യൂരിക് വെൻ, അതായത് ടോട്ടൽ സൾഫർ കണ്ടന്റ് എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 2.5% ആയിരിക്കണം. പിന്നെ ടോട്ടൽ ലോസ് ഇൻ ഇഗ്നീഷൻ അതെന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 5% ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളെ കെമിക്കൽ റിക്വയർമെന്റ്സ്. അതായത് 33 ഗ്രേഡ് സിമെന്റിന്റെ ഈ IS കോഡ് പ്രകാരമുള്ള കുറച്ച് കെമിക്കൽ റിക്വയർമെന്റ്സ് ആണ് ഇത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ബോക്സ് കോമ്പൗണ്ട്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതായത് നമ്മളിപ്പോ സിമെന്റിൽ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹൈഡ്രേഷൻ സംഭവിക്കും. ഓക്കെ, പ്രോസസ് ഓഫ് ഹൈഡ്രേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം നമുക്ക് ജസ്റ്റ് ഈ ബോക്സ് കോമ്പൗണ്ട്സിനെ പറ്റിയിട്ട് നോക്കാം. അതായത് സിമെന്റിൽ ഇപ്പം വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറച്ച് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ആ കോമ്പൗണ്ട്സിനാണ് നമ്മൾ എന്ത് പറയാം? ഈ ബോക്സ് കോമ്പൗണ്ട്സ് എന്ന് പറയാം. ഓക്കെ, അതായത് ഇപ്പം സിമെന്റിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് ഉണ്ടാവുന്ന കോമ്പൗണ്ട് ആണ് C3A എന്ന് പറയുന്നത്. അതായത് ട്രൈകാൽസ്യം അലൂമിനേറ്റ്. ഓക്കെ, നമ്മൾ C3A നമ്മൾ കോമൺലി വിളിക്കുക സെലിറ്റ് എന്നാണ്. ഓക്കെ, അപ്പം ആദ്യം ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആദ്യം ഉണ്ടാകുന്ന കോമ്പൗണ്ട് ആണ് ട്രൈകാൽസ്യം അലൂമിനേറ്റ്. അതായത് അതൊരു 24 hours നമ്മൾ കോൺക്രീറ്റിന്റെ ഉള്ളിൽ ഉണ്ടാവും. കോൺക്രീറ്റിന്റെ ഉള്ളിൽ ഒരു 24 hours ഈ C3A ഫോം ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ C3A ഫോം ചെയ്ത് നെക്സ്റ്റ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ആണ് C4AF അല്ലെങ്കിൽ ടെട്രാ കാൽഷ്യം അലൂമിനോ ഫെറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, C4AF അതും 24 hours തന്നെയാണ് ഉണ്ടാവുക. ബട്ട് ഫസ്റ്റ് ഫോം ചെയ്യുന്നത് C3A ആണ്. നെക്സ്റ്റ് ഫോം ചെയ്യുന്ന ബോക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് C4AF ആണ്. അത് നമുക്ക് എന്ത് വിളിക്കാം? ഫെലിറ്റ് എന്ന് വിളിക്കും അതിനെ. ഓക്കെ, അപ്പൊ ഇപ്പം ഇത് രണ്ടും 24 hours ഫോം ചെയ്യും. അപ്പൊ നമുക്കറിയാം ആദ്യം നമ്മളിപ്പം കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതൊരു ഫ്ലൂയിഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാക്കുക. ഫ്ലൂയിഡ് സ്റ്റേറ്റിലല്ലേ ഉണ്ടാവുക. എന്നിട്ട് അതൊരു 24 hours എന്ത് ചെയ്യും? ഒരു റിജിഡ് ഫോമിലേക്ക് അത് മാറും. നിങ്ങൾക്കറിയാം. അപ്പം ആ ഒരു റിജിഡിറ്റി കൊടുക്കുന്നത് ആരാണ്? ഈ C3A ആൻഡ് C4AF എന്ന് പറഞ്ഞ കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ബട്ട് നമുക്ക് ഒരിക്കലും കോൺക്രീറ്റിന് സ്ട്രെങ്ത് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഫ്ലൂയിഡ് സ്റ്റേറ്റിൽ നിന്ന് ഒരു റിജിഡ് ഫോമിലേക്ക് മാറാൻ മാത്രമാണ് ഇവർ രണ്ടുപേരും
എന്താ പറയുക പറ്റുള്ളൂ. ഓക്കെ, ബട്ട് നമുക്ക് സ്ട്രെങ്ത് വേണമെന്നുണ്ടെങ്കിൽ, അതായത് കോൺക്രീറ്റിന് അതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ ഒരു ലിമിറ്റിൽ സ്ട്രെങ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ വേറെ 2 കോമ്പൗണ്ട്സ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് C3S ആൻഡ് C2S. ഓക്കെ, C3S എന്ന് പറയുന്നത് എന്താ? ട്രൈ കാൽസ്യം സിലിക്കേറ്റ്. C3 ട്രൈ. ഓക്കെ, സിലിക്കേറ്റ് എന്ന് പറയുമ്പോൾ എസ്, ദാറ്റ് ഈസ് C3S, ട്രൈ കാൽസ്യം സിലിക്കേറ്റ്. അതിന് നമുക്ക് എലൈറ്റ് എന്ന് വിളിക്കാം. അത് ഫോം ചെയ്യുന്നത് ഒരു 7 to 28 ഡേയ്സിൻ്റെ ഉള്ളിലാണ് ഈ C3S ഫോം ചെയ്യുന്നത്. ഒരു 7 to 20 ഡേയ്സിൻ്റെ ഒരു 90% നമുക്ക് ആദ്യത്തെ ഒരു 1 വീക്കിൽ C3S ഫോം ചെയ്യുന്നുണ്ട്. ബാക്കി കംപ്ലീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ 28 ഡേയ്സിൻ്റെ ഉള്ളിലാണ് C3S ഫോം ചെയ്യുന്നത്. അപ്പം ഒരു കോൺക്രീറ്റിന്റെ സ്ട്രക്ചറിന്റെ ഒരു 70% സ്ട്രെങ്ത് കിട്ടുന്നത് ഈ ഒരു 28 ഡേയ്സിന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, നമ്മൾ ഷട്ടറിംഗ് വർക്ക്സ് ഒക്കെ ചെയ്യുന്നില്ലേ, മലയാളത്തിൽ നമ്മൾ കുത്തു കൊടുക്കാന്ന് പറയും. അത് നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഒരു 28 ഡേയ്സിന്റെ ഉള്ളിലാണ്. ഇപ്പം നമ്മൾ ക്യൂറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഷട്ടറിംഗ് വർക്കൊക്കെ റിമൂവ് ചെയ്യുന്നതും അങ്ങനത്തെ വർക്ക് ചെയ്യുന്നതും എല്ലാം നമ്മൾ 28 ഡേയ്സിന്റെ കണക്ക് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ. ആ ഒരു 28 ഡേയ്സ് എന്ന് പറയുന്നത് എന്താണ്? കോൺക്രീറ്റ് സ്ട്രക്ചറിന് 70% സ്ട്രെങ്ത് കിട്ടുന്ന ആ ഒരു ഡ്യൂറേഷനാണ് ഈ 28 ഡേയ്സ് എന്ന് പറയുന്നത്. അത് ആര് കാരണമാണ്? ഈ C3S എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഫോം ചെയ്യാൻ വേണ്ട ടൈമാണ് ഈ 28 ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ 28 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് മാക്സിമം ഒരു 70% സ്ട്രെങ്തേ കിട്ടുള്ളൂ കോൺക്രീറ്റിന്. ഒരു 90% കിട്ടിയപ്പോഴാന്ന് പറഞ്ഞാൽ ഒരു 1 ഇയർ കഴിയുമ്പോഴാണ്, ഒരു 1 ഇയറിൻ്റെ ഉള്ളിലാണ് നമുക്ക് കോൺക്രീറ്റ് സ്ട്രക്ചറിന് 90% സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. ആ ഒരു സ്ട്രെങ്ത് കൊടുക്കുന്നത് ആരാണ്? C2S എന്ന് പറഞ്ഞ ബോക്സ് കോമ്പൗണ്ട് ആണ്. അതായത് ഡൈകാൽഷ്യം സിലിക്കേറ്റ്. അത് ഫോം ചെയ്യുക ഒരു 1 ഇയറിന്റെ ഉള്ളിലാണ്. അപ്പം C3S ആണ് നമുക്ക് ഏർലി സ്ട്രെങ്ത് കൊടുക്കുന്ന കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് C3S എന്ന് പറയാം. പിന്നെ ഒരു പ്രോഗ്രസീവ് സ്ട്രെങ്ത് കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ആര് പറയാം? C2S ആണെന്ന് പറയാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ബോക്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇത് എല്ലാ PSC എക്സാമിനും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും എപ്പോഴും ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് ബോക്സ് കോമ്പൗണ്ട്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ് ആണ്. അതായത് ജനറലി ഡ്രൈ സിമെന്റ് ഡസ് നോട്ട് ബൈൻഡ്, ഫൈൻഡ് ആൻഡ് കോസ് അഗ്രിഗേറ്റ്. ഒരു സിമെന്റ് എന്ത് ചെയ്യില്ല, ഫൈൻ അഗ്രിഗേറ്റും കോസ് അഗ്രിഗേറ്റും ആയിട്ട് പെട്ടെന്ന് ബൈൻഡ് ചെയ്യില്ല ഡയറക്റ്റ് ആയിട്ട്. ഇറ്റ് അക്വയർസ് അഡ്ഹസീവ് പ്രോപ്പർട്ടി ഓൺലി വെൻ മിക്സ്ഡ് വിത്ത് വാട്ടർ. അത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്താണ് ഒരു അഡ്ഹസീവ് പ്രോപ്പർട്ടി ഉണ്ടായിട്ട് അത് ബൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അല്ലേ? അതായത് നോർമൽ കേസിൽ സിമെന്റും അഗ്രിഗേറ്റും ആയിട്ട് ഒരു റിയാക്ഷനും നടക്കുന്നില്ല. അങ്ങനെ നടക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ് എന്ന് പറയാം. Okay, that is the chemical reaction that take place between cement and water is referred as hydration of cement. ഈ ഒരു സിമെന്റും വാട്ടറും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ, വാട്ടറും സിമെന്റും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പഠിച്ചു സിമെന്റിന്റെ അകത്ത് കുറെ കോമ്പൗണ്ട്സ് ഉണ്ട്, ബോക്സ് കോമ്പൗണ്ട്സ് ഉണ്ട്. അതായത് C4AF ഉണ്ട്, C3A ഉണ്ട്, C3S ഉണ്ട്, C2S ഉണ്ട്. ഇതൊക്കെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുക? ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ്. ഓക്കെ, ഇതതിന്റെ ഗ്രാഫാണ്, അത് ഞാൻ അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി ഇതൊരു നമുക്കറിയാം, ഇതൊരു സിമെന്റിന്റെ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റിന്റെ ഒരു ഹ്യൂജ് എമൗണ്ട് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക, കൺസിഡർ ചെയ്യുക. അതിൽ നമ്മളൊരു കുഞ്ഞു പോർഷൻ നമ്മൾ മൈക്രോസ്കോപ്പിക് വ്യൂ ആക്കിയിട്ട് ഒന്ന് എൻലാർജ് ചെയ്ത ഫിഗർ ആണ് ഇത്. ഓക്കെ, ആക്ച്വലി സിമെന്റിന്റെ സ്പെറിക്കൽ ഷേപ്പ് അല്ല, നമ്മളൊരു അനാലിസിസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? സ്പെറിക്കൽ ഷേപ്പായിട്ട് അനാലിസിസ് നമ്മൾ എടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? വാട്ടർ ആഡ് ചെയ്തു എന്ന് വിചാരിച്ചോ, നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ വാട്ടർ ആഡ് ചെയ്തു വരും. അതാണ് ഈ ഒരു ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തത് വാട്ടർ ആണ് വിചാരിക്കുക. ഓക്കെ, when the water is added to the cement, hydration products such as dobalmoride gel അല്ലെങ്കിൽ calcium hydroxide and some minor compounds slowly start depositing on the outer periphery of nucleus of hydrated cement. Okay, നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോബൽമോറൈഡ് ജെൽ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ഒരു മൈനർ കോമ്പൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. അതൊരു 2 to 5 hours കോമ്പൗണ്ട്സ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ടൈം എടുക്കും. ആ ഒരു ടൈമിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഡോർമന്റ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആസ് ദ
hydration proceeds, the hydration product slowly started to deposit on the original cement grain. Okay, thereby making the diffusion of water to unhydrated nucleus more and more difficult. അതുകൊണ്ട് എന്ത് ചെയ്യും? ദിസ് റെഡ്യൂസസ് ദ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഓക്കെ, ഇത് അതിന്റെ ഫിഗർ ആണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞല്ലോ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക? ഒരു ഹൈഡ്രേഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ചാൽ വൺസ് ദ എൻറ്റയർ വാട്ടർ മോളിക്യൂൾസ് റിയാക്റ്റഡ് ഓർ നോ അൺറിയാക്റ്റഡ് സിമെന്റ് ലെഫ്റ്റ്, ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചു നേരത്തെ ബോക്സ് കോമ്പൗണ്ട്. ഈ ബോക്സ് കോമ്പൗണ്ട് ആണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചേ ഉള്ളൂ. അപ്പം അതിലെ മെയിൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് CSH ജെല്ലാണ്. CSH എന്ന് പറയുന്നത് എന്താണ്? ടോബർമോറൈറ്റ് ജെൽ എന്ന് പറയും അതിനെ നമ്മൾ സാധാരണ, അല്ലെങ്കിൽ CSH ജെൽ എന്ന് പറയും. ദാറ്റ് ഈസ് കാൽസ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ്. ഓക്കെ, സാധാരണ ഹൈഡ്രേറ്റഡ് ക്രിസ്റ്റൽ ആർ എക്സ്ട്രീംലി സ്മോൾ, ഫൈബ്രസ്, ഫ്ലേറ്റി ആൻഡ് ട്യൂബുലർ ഇൻ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അതിൽ CSH ജെൽ എന്ന് പറയുന്നത് ഒരു 50 to 60% ഉണ്ടാവും. അതുപോലെ തന്നെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഒരു 20 to 25% ഉണ്ടാവും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ്. അതായത് സിമെന്റിന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതൊരു സിമെന്റ് ആണെന്ന് വിചാരിച്ചോ. സിമെന്റിന്റെ ഒരു എമൗണ്ട് ആണ്, അതിൻ്റെ അകത്തേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും? സാധാരണയായിട്ട് ഹീറ്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് ദ റിയാക്ഷൻ ഓഫ് സിമെന്റ് വിത്ത് വാട്ടർ ഈസ് എക്സോതെർമിക് പ്രോസസ് ആയിരിക്കും. സിമെന്റും വാട്ടറും റിയാക്ട് ചെയ്യുമ്പോൾ അതൊരു എക്സോതെർമിക് പ്രോസസ് ആയിരിക്കും. ദിസ് റിയാക്ഷൻ ലിബറേറ്റ്സ് എ കൺസിഡറബിൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. ഒരു ഹീറ്റ് എമൗണ്ട് എന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്യും സിമെന്റും വാട്ടറും എന്താ പറയുക റിയാക്ട് ചെയ്യുന്ന സമയത്ത്. ആ ലിബറേഷൻ ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയാം. ഇനി ഇത് അതിന്റെ ഗ്രാഫ് ആയിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ C3A ഇല്ലേ, C3A ആദ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് C3AH6 അതുപോലെ ഹീറ്റും ഉണ്ടാവും. നന്നായിട്ട് ഹീറ്റ്, ആ ഒരു സ്റ്റേജിൽ നല്ല ഹീറ്റ് ഉണ്ടാവും. അതാണ് നമ്മൾ ഈ ഒരു ഇതിൽ പറയുന്നത്. ഹീറ്റ് ഇങ്ങനെ ആദ്യം നല്ല കൂടുതലായിരിക്കും, പിന്നെ അത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പം നന്നായിട്ട് ഹീറ്റുള്ള ആ ഒരു സ്റ്റേജ്, അതാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു ഫിഗറിനെ ABCDE എന്ന് പറഞ്ഞ പോയിന്റ് ആയിട്ട് ഓരോ പോയിന്റ് ആയിട്ട് അനലൈസ് ചെയ്യാം. അപ്പം ഇതാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഇത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തെ C3S അതുപോലെ C3Aയും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഹീറ്റ്. ആ ഹീറ്റ് ഇങ്ങനെ കൂടി പിന്നെ അത് കുറയാൻ തുടങ്ങും. ആ ഒരു സ്റ്റേജ് ആണ് ഈ ഒരു മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞു റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറയുന്നു. നേരത്തെ പറഞ്ഞില്ലേ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറയാനുള്ള കാരണം എന്താണ്? അപ്പം നമ്മളെ ഹീറ്റ് ലിബറേഷനും അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പം അതിങ്ങനെ സ്ലോലി ഡിക്രീസ് ചെയ്യും. പിന്നെ എന്താണ് പറഞ്ഞത്? വൺസ് ദ എൻറ്റയർ വാട്ടർ മോളിക്യൂൾസ് റിയാക്റ്റഡ് ഓർ നോട്ട് അൺറിയാക്റ്റഡ് സിമെന്റ് ലെഫ്റ്റ്, ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ് സ്റ്റോപ്പ്. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്യും? ഈ ഒരു ഹൈഡ്രേഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. അപ്പം അതാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് DE എന്ന് പറഞ്ഞ പോർഷൻ വരുന്നത്. ആദ്യം A എന്ന് തുടങ്ങി ഇങ്ങനെ ഡിക്രീസ് ചെയ്യും, പിന്നെ കൂടി, പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. ഇതാണ് ഈ ഒരു ഗ്രാഫ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം C3AF ഉണ്ട്, C3A ഉണ്ട്, C3S ഉണ്ട്, C2S ഉണ്ട്. അത് ഓരോന്നും ഹൈഡ്രേറ്റഡ് ഡിഫറെന്റ് റേറ്റ്സിലാണ് ഹൈഡ്രേറ്റ് ചെയ്യുക. ഇക്വേഷൻ കണ്ടാൽ മനസ്സിലാവില്ലേ നമുക്ക്? ഈ ഒരു ഇക്വേഷനിലൊക്കെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഓരോ കോമ്പൗണ്ടും ഓരോ പോലെയാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഓരോ പോലെയാണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് പുതിയ പുതിയ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം C3AF, C3A, C3S, C2Sഉം ഓരോന്നും റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രേറ്റഡ് ഡിഫറെന്റ് റേറ്റ്സ് ആൻഡ് ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ഹീറ്റ്. ഓരോ ബോക്സ് കോമ്പൗണ്ടും അല്ലെങ്കിൽ ഓരോ കോമ്പൗണ്ടും ഓരോ പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹീറ്റ് ജനറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഫൈനസ് ഓഫ് സിമെന്റിനും നമ്മളെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനിൽ ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. ഓക്കെ, ഇത് നോർമൽ ഗ്രാഫാണ്. നമ്മളെ ഈ ഡോട്ടഡ് കാണിച്ചത് ഫൈനസ് ആവുന്നതിനനുസരിച്ച് ഉണ്ടാവുന്ന ഗ്രാഫിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് ഈ ഒരു ഗ്രാഫിൽ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഗ്രാഫ് ആദ്യം പഠിക്കുക, എന്നിട്ട് ഓരോ പോർഷൻ ആദ്യം A to ഈ ഒരു പോർഷൻ നോക്കുക, പിന്നെ B to Cയിൽ ഉണ്ടാവുന്ന ചേഞ്ച്, പിന്നെ C to Dയിൽ ഉണ്ടാവുന്ന ചേഞ്ച്, നെക്സ്റ്റ് ഈ ഒരു പോർഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്.
നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടെസ്റ്റിംഗ് ഓഫ് സിമെന്റ്. അതായത് സിമെന്റിന്റെ കുറച്ച് ടെസ്റ്റ് ഉണ്ട്. അത് നമുക്ക് എങ്ങനെ 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഫീൽഡ് ടെസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ ലാബോറട്ടറി ടെസ്റ്റിംഗ് ഉണ്ട്. നമുക്ക് ഫീൽഡിൽ നിന്നും ഒരു എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലാബോറട്ടറിയിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് സിമെന്റിന്റെ ക്വാളിറ്റീസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സാധാരണ നമ്മൾ മൈനർ വർക്ക്സിനൊക്കെ യൂസ് ചെയ്യല്ലോ സിമെന്റ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫീൽഡ് ടെസ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, അതില് ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു 5-6 മെത്തേഡ്സ് ഉണ്ട് നമുക്ക് സിമെന്റിന്റെ ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്താ, ഓപ്പൺ ദ ബാഗ് ആൻഡ് ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ദ സിമെന്റ്. ദർ ഷുഡ് നോട്ട് ബി എനി വിസിബിൾ ലംസ്. ഓക്കെ, അതായത് സിമെന്റ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ ലംസ് കാണാൻ പാടില്ല. ലംസ് എന്ന് പറയുന്നത് എന്താ, ഈ ഒരു കട്ടയായിട്ട് കാണുന്നില്ലേ നിങ്ങൾ, ഈ ഒരു സംഭവം, ഇതിനാണ് നമ്മൾ ലംസ് എന്ന് പറയാ. സാധാരണ ലംസ് ഉണ്ടാവുക എപ്പോഴാ, ജനറലി ദീസ് ലംസ് ആർ ഫോംഡ് ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് മോയ്സ്ചർ ഫ്രം അറ്റ്മോസ്ഫിയർ. അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമുക്കറിയാം മോയ്സ്ചർ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെ ലംസ് ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ്, there should not be any visible lumps ഉണ്ടാവാൻ പാടില്ല. പിന്നെ എന്താ പറഞ്ഞത്, the color of the cement should be normally greenish grey ആയിരിക്കണം. അതുപോലെ യൂണിഫോം കളർ ആയിരിക്കണം. ഒരു പാക്കറ്റ് സിമെന്റ് എടുത്തു കഴിഞ്ഞാൽ യൂണിഫോം കളർ ആയിരിക്കണം. നമ്മളെ നോർമലി സിമെന്റിന്റെ കളർ എന്ന് പറയുന്നത് ഗ്രീനിഷ് ഗ്രേ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ, ടെസ്റ്റ് യുവർ ഹാൻഡ് ഇൻ ടു സിമെന്റ് ബാഗ്. ഇറ്റ് മസ്റ്റ് ഗിവ് യു എ കൂൾ ഫീലിംഗ്. അതായത് നമ്മളിപ്പോൾ സിമെന്റിന്റെ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഒരു ചാക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൈയിട്ട് നോക്കിയാൽ എന്താ പറയാ, ഒരു കൂൾ ഫീലിംഗ് ആയിരിക്കണം. ഓക്കെ, അതായത് അല്ലാണ്ട് ഒരു എന്താ പറയാ, ഒരു വാം ഫീലിംഗ് നമുക്ക് ഉണ്ടാവരുത്. വാം ഫീലിംഗ്, അതായത് ചൂടാണ്. ഇപ്പം കൈ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാഗിന്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ചൂടാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, അതിന്റെ അകത്ത് ഹൈഡ്രേഷൻ സംഭവിക്കുന്നുണ്ടെന്ന്. സോ ഇറ്റ് മസ്റ്റ് ബി എന്തായിരിക്കണം, ഗിവ് എ കൂൾ ഫീലിംഗ് ആയിരിക്കണം. പിന്നെ ദർ ഷുഡ് നോട്ട് ബി എനി ലംപ്സ് ഇൻസൈഡ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ കൈ വെച്ച് നോക്കിയാൽ നമുക്കിങ്ങനെ പിന്നെയും ലംസ് കാണുകയാണെങ്കിൽ അങ്ങനത്തെ സിമെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വന്നത് ടേക്ക് എ പിഞ്ച് ഓഫ് സിമെന്റ് ആൻഡ് ഫീൽ ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്. ഇറ്റ് ഷുഡ് ഗിവ് എ സ്മൂത്ത് ആൻഡ് നോട്ട് എ ഗ്രിറ്റി ഫീലിംഗ്. അതായത് നമ്മൾ സിമെന്റ് എടുത്തിട്ട് ഇങ്ങനെ ഫിഗറിൽ കാണിച്ച പോലെ ഫിംഗേഴ്സിന്റെ ഉള്ളിൽ വെച്ച് ഒന്ന് റബ്ബ് ചെയ്ത് നോക്കുക. അപ്പൊ എന്തായിരിക്കണം, നല്ല സ്മൂത്ത് ഫീലിംഗ് ആയിരിക്കണം, റഫ് ആവാൻ പാടില്ല. ഓക്കെ, പിന്നെ പറഞ്ഞത് ടേക്ക് എ ഹാൻഡ് ഫുൾ ഓഫ് സിമെന്റ് ആൻഡ് ത്രോ ഇറ്റ് ടു എ ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ. ദ പാർട്ടിക്കിൾ ഷുഡ് ഫ്ലോട്ട് ഫോർ സം ടൈം ബിഫോർ ദേ സിങ്ക്. അതായത് നമ്മളൊരു ഒരു ബക്കറ്റിന്റെ അകത്ത് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് സിമെന്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം, ഇഫ് എ small quantity of cement is put into a water, it should float for some time. കുറച്ചു നേരം അത് എന്ത് ചെയ്യണം, ഫ്ലോട്ട് ആയിട്ട് കിടക്കണം. പിന്നെ ഒരു എന്താ പറയാ, നമ്മൾ 100 grams എടുത്തു കഴിഞ്ഞിട്ട് വാട്ടറിൽ ഇട്ട് നോക്കുന്ന അത് പേസ്റ്റിന്റെ അനാലിസിസ്. അപ്പം ഇത്രയാണ് നമ്മൾ ഫീൽഡിൽ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫീൽഡിൽ ഇത്രയൊക്കെയാണ് ചെയ്യുക. ഫീൽഡ് സാധാരണ നമ്മൾ ഇപ്പം സ്മോൾ ക്വാണ്ടിറ്റീസിലൊക്കെ നമ്മൾ സിമെന്റ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. വലിയ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമ്മൾ ഫീൽഡ് ടെസ്റ്റ് യൂസ് ചെയ്യില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ലബോറട്ടറി ടെസ്റ്റ് യൂസ് ചെയ്യും. അപ്പൊ ലബോറട്ടറി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 6 ലബോറട്ടറി ടെസ്റ്റ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫൈനസ് ടെസ്റ്റ്. ഫൈനസ് ടെസ്റ്റ് തന്നെ 2 എണ്ണം ഉണ്ട്, സീവ് ടെസ്റ്റും എയർ പെർമിബിലിറ്റി മെത്തേഡും. നെക്സ്റ്റ് പഠിക്കാനുള്ളത് സെറ്റിംഗ് ടൈം ടെസ്റ്റ്. അതിൽ തന്നെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന്റെ ടെസ്റ്റും ഉണ്ട്, ഫൈനൽ സെറ്റിംഗ് ടൈമിന്റെ ടെസ്റ്റും ഉണ്ട്. പിന്നെ സ്ട്രെങ്ത് ടെസ്റ്റ് ഉണ്ട്, സൗണ്ട്നെസ് ടെസ്റ്റ് ഉണ്ട്, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ടെസ്റ്റ് ഉണ്ട്, കെമിക്കൽ കോമ്പോസിഷൻ ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ലബോറട്ടറി ടെസ്റ്റിൽ പഠിക്കാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഫൈനസ്റ്റിൽ ഫസ്റ്റ് പഠിക്കാനുള്ള ടെസ്റ്റ് ആയിരുന്നു സീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സീവ് ടെസ്റ്റിന് നമുക്ക് വേണ്ടത് ഫസ്റ്റ് 100 gram സിമെന്റ് സാമ്പിൾ വേണം. പിന്നെ IS സീവ് നമ്പർ 9, ദാറ്റ് ഈസ് 90 മൈക്രോൺ സീവും വേണം. അപ്പൊ ആദ്യം നമ്മൾ 100 gram സിമെന്റ് എടുക്കുക. എന്നിട്ട് വല്ല എയർ സെറ്റ് ലംസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ഫിംഗർ യൂസ് ചെയ്തിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതൊരു 90 മൈക്രോൺ സീവിനുള്ള കൂടി സിമെന്റ് പാസ് ചെയ്തിട്ട് ഒരു 50 minutes നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് മെക്കാനിക്കൽ സീവിങ് ഡിവൈസസും വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സീവ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്താലും മതി ഒരു 15 minutes. എന്നിട്ട് അതിന്റെ മേലെ ഉണ്ടാവുന്ന റെസിഡ്യൂസ് ഉണ്ടാവുമല്ലോ, റെസിഡ്യൂസ് ബാക്കി വരും നന്നായിട്ട് എന്താ പറയുക ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് അതെന്ത് ചെയ്യുക, അതിന്റെ വെയിറ്റ് എടുക്കുക.
ഈ വെയിറ്റ് എന്ന് പറയുന്നത് ഷാൾ നോട്ട് എക്സീഡ് 10% ഫോർ ഓർഡിനറി സിമെന്റ് ആയിരിക്കണം. ഓക്കെ. പിന്നെ ഈ സീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് റെയർലി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് മെത്തഡാണ്. ഓക്കെ. ഫൈനസിന്റെ സെക്കൻഡ് സബ് ആയിരുന്നു നമുക്ക് എയർ പെർമിബിലിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഫസ്റ്റ് എന്ന് പറയുന്നത് സീവ് അനാലിസിസ്, സെക്കൻഡ് വൺ ഈസ് എയർ പെർമിബിലിറ്റി മെത്തേഡ്. അപ്പം ഇതാണ് നമ്മളെ അപ്പാരറ്റസ്. ഇതിനെ നമ്മൾ ബ്ലെയിൻസ് എയർ പെർമിബിലിറ്റി ടെസ്റ്റിംഗ് അപ്പാരറ്റസ് എന്നൊക്കെയാണ് പറയാം. ഓക്കെ. ഇത് അതിന്റെ കമ്പോണൻസ് ആണ്. നെക്സ്റ്റ് സ്ലൈഡിലുള്ളത് അതിന്റെ ടെസ്റ്റിംഗ് പ്രൊസീജിയർ ആണ്. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇതിന്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ് ആണ്. അതിൽ വരുന്ന 2 ടെസ്റ്റുകളായിരുന്നു ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം. ഓക്കെ. ഇതാണ് അതിന്റെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. നമ്മൾ വിക്കറ്റ് അപ്പാരറ്റസ് എന്നാണ് പറയാം. ഓക്കെ. സിമെന്റിന്റെ എന്താ പറയാ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ആണ് വിക്കറ്റ് അപ്പാരറ്റസ്. ഇതിന്റെ എല്ലാ കമ്പോണൻസും അതിന്റെ ഡയമീറ്ററും ലെങ്ത്തും എല്ലാം ഇതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അതിന്റെ പ്രൊസീജിയർ ആണ്. ഞാൻ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. ഇനി എന്താണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം നോക്കാം നമുക്ക്. Initial setting time is regarded as the time elapsed between the moment that the water is added to the cement to the time that the paste start losing its plasticity. അതായത് നമ്മളൊരു സിമെന്റിന്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കുന്നത് മുതൽ അതിന്റെ പ്ലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് ടൈം ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയാം. ഓക്കെ. നമ്മൾ വെള്ളം ഒഴിച്ചു, അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ അതിന്റെ പ്ലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഇത് അതിന്റെ പ്രൊസീജിയർ ആണ്. പിന്നെ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ടൈം ബിറ്റ്വീൻ ദ മൊമെന്റ് the water is added to the cement and the time when the paste has completely lost its plasticity. അതായത് വെള്ളം ആഡ് ചെയ്യുന്ന മുതൽ അതിന്റെ പേസ്റ്റിന്റെ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ പ്ലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നത് വരെയുള്ള ഒരു ടൈം ഗ്യാപ്പ്. മറ്റേത് എന്തായിരുന്നു? ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് അതിന്റെ പ്ലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്ന ഒരു സ്റ്റാർട്ടിംഗ് ടൈം ഉള്ള ടൈം ആയിരുന്നു. അതാണ് നമ്മളെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. ഫൈനൽ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ പ്ലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോഴുള്ള ആ ഒരു ഡ്യൂറേഷൻ, വെള്ളം ഒഴിക്കുന്ന മുതൽ അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് പ്ലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നത് വരെയുള്ള ഡ്യൂറേഷൻ, അതാണ് ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഇതതിന്റെ പ്രൊസീജിയർ ആണ്. പിന്നെ വരുന്നത് സ്ട്രെങ്ത് ടെസ്റ്റ് ആണ്. ഇതതിന്റെ അപ്പാരറ്റസ് ആണ്. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ വരുന്നത് സൗണ്ട്നെസ് ടെസ്റ്റ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സൗണ്ട്നെസ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടു ഫൈൻഡ് ഔട്ട് ദ എക്സസ് ഓഫ് ലൈം ഇൻ സിമെന്റ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൗണ്ട്നെസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ അപ്പാരറ്റസിനെ പറയുന്നത് ലേഷാറ്റ്ലിയർ അപ്പാരറ്റസ് എന്നാണ്. അതായത് ഒരു സിലിണ്ടർ ഉണ്ടാവും, അതിനൊരു ഹോൾഡർ ഉണ്ടാവും, ഒരു ഇങ്ങനത്തെ ഫിഗർ കാണിക്കുന്ന ഒരു ഹോൾഡർ ഉണ്ടാവും, പിന്നെ ഒരു വെയിറ്റ് ഉണ്ടാവും, ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ടാവും. ഇതിന്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരാം, അതിന്റെ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ. ഇതതിന്റെ പ്രൊസീജിയേഴ്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഹീറ്റ് ഹൈഡ്രേഷൻ. അതും നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പിന്നെ വരുന്നത് കെമിക്കൽ കോമ്പോസിഷൻ ടെസ്റ്റ് ആയിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ലൈം സാച്ചുറേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? സിമെന്റ് എടുത്തതിന് ശേഷം അതിന്റെ ലൈം സാച്ചുറേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുക. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ലൈം സാച്ചുറേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുക. അത് നോട്ട് ഗ്രേറ്റർ ദാൻ 1.02 ആയിരിക്കണം. അതുപോലെ നോട്ട് ലെസ് ദാൻ 0.66 ആയിരിക്കണം. അപ്പം ഇത്രയാണ് 6 ടെസ്റ്റാണ് നമുക്ക് സിമെന്റിന്റെ ടെസ്റ്റിങ്ങിൽ വരുന്നത്. അപ്പോൾ ഫൈനസിൽ 2 സബ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് സീവ് ടെസ്റ്റും അതുപോലെ എയർ പെർമിബിലിറ്റി ടെസ്റ്റും. പിന്നെ സെറ്റിംഗ് ടൈമിലും 2 വരുന്നുണ്ട്, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം. അപ്പം ഇത്രയാണ് സിമെന്റിന്റെ ടെസ്റ്റുകൾ വരുന്നത്. അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ടെസ്റ്റും അത് എന്തിനാണെന്നും അതുപോലെ അതിന്റെ പ്രൊസീജിയറും പഠിക്കണം.